ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇല്ലേ നമ്മൾ കാണിക്കാൻ പോകുന്നത് മോർണിംഗ് വിശേഷങ്ങളാണ്. തിരക്കിട്ടൊരു മോർണിംഗ് വിശേഷങ്ങളൊന്നുമല്ല, പക്ഷേ മെയിനായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കുട്ടീസിൻ്റെ ഫേവറേറ്റ് കളറാണല്ലോ പിങ്ക്. അതുകൊണ്ടൊരു ദോശയാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ട് കിഡ്സ് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അവർ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ ഞാൻ മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ 6:50 55 ആയിട്ടുണ്ട്. ഡോറ് തുറന്ന് ഫ്രണ്ടിൽ തന്നെ എൻ്റെ വാച്ച്മാന് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടാ. ഇന്നലെ ഉറങ്ങാത്തതിന്റെ ക്ഷീണാന്ന് തോന്നുന്നു. ഇവളതിനെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് കണ്ട മൈൻഡ് ആക്കുന്നില്ല. കാരണം നല്ല ഉറക്കില്ലല്ലേ, പിന്നെ എങ്ങനെയത് കളിപ്പിച്ചാൽ മനസ്സിലാവാ. ചെറുങ്ങനെ മഴ പാറുന്നുണ്ട്. മഴ പാറാന്ന് വെച്ചാൽ ചെറുതായിട്ട് പെയ്യാന്നാണ്. അപ്പം നല്ലൊരു മണ്ണിന്റെ മണയലുണ്ട്. പിന്നെ ചെറിയൊരു മണ്ണട്ടേന്റെ സൗണ്ടും അങ്ങനെ എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഭയങ്കര ഒരു തെളിഞ്ഞ കാലാവസ്ഥയൊന്നുമല്ല. അപ്പം നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് നമ്മൾ കിഡ്സിന്റെ ലഞ്ച് ബോക്സും അത് മാത്രമല്ല അവർക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം റെഡിയാക്കി എടുക്കണം. ഈ ഒരു ഒറ്റ മാവ് കൊണ്ടാണ് ഇഡ്ലിയും ദോശയും തട്ടുദോശയും എല്ലാം ഉണ്ടാക്കി എടുക്കല്. അപ്പം നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ടേനും അതിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വരും കേട്ടാ. ഒരു 3 നായി പച്ചരിയും 1 നായി ഉഴുന്നും പിന്നെ കുറച്ച് ചോറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ആക്കുന്നത്. പിന്നെ അത് അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ആക്കല്. കൈയാണ് നമ്മുടെ ഈസ്റ്റ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 6 ചെറിയ ഉരുളക്കിഴങ്ങാണ്, ഒരു 2 വലിയ ക്യാരറ്റും ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വെള്ളവും ഉപ്പും ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 3-4 വിസിലടിച്ചാൽ മതി. ഇനി രാവിലെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. നമ്മളെ കാലി ചായ എന്ന് പറയും കേട്ടാ. ഇത് കട്ടൻ ചായയാണ് ഞാൻ കഴിക്കല്. കാരണം ഞാൻ പാൽ ചായ കുടിക്കലില്ല. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്ക് അങ്ങനെ കൊടുക്കലൊന്നുമില്ല, പക്ഷേ ഞാൻ ഇടയ്ക്ക് അവർ കാണാണ്ട് കഴിക്കും കേട്ടാ. ഇന്നലെ പാർലേജിൻ്റെ ബിസ്ക്കറ്റിനും ഇന്ന് ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയെല്ലാം പോകുമ്പം ബർക്കി പല ബിസ്ക്കറ്റ് അത് മാത്രമല്ല കൊള്ളി ബിസ്ക്കറ്റ് എല്ലാം ഉമ്മാമ തരുക. പിന്നെ ഞാൻ കുറേ ബിസ്ക്കറ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മക്കളോട് കഴിക്കരുത് പല്ല് കേടാവെന്നെല്ലാം പറയും. ഇനി നമ്മുടെ മസാല തയ്യാറാക്കലാണ്. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, പച്ചമുളക് ഇട്ടിട്ടില്ല. കാരണം മക്കൾ കഴിക്കുന്നതല്ലേ. അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. വേഗം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല, ചെറുപടാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി പുഴുങ്ങി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഞാൻ ദോശ ചൂടുന്നുണ്ട്. കാരണം അവന് മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അവനിക്ക് വേഗം സ്കൂളിൽ പോകണം. 8:45 പോകണം. ഇപ്പോൾ 8:20 ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലെയിൻ ആയിട്ട് വെള്ള ദോശയാണ് ചൂടുന്നത്. അപ്പം പിങ്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് RKG ഇല്ലേ പശു നെയ്യ് അത് പുരട്ടിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ മസാല വെക്കുന്നത്. ഈ ഒരു ദോശ ക്രിസ്പി ആയിട്ട് ചൂടാലിയാണ് മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടം. ഇതിൻ്റെ മുന്നേ എല്ലാം ഞാൻ മസാല ദോശയും അതിൻ്റെ ചട്നിയും അതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് കണ്ടോക്ക്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പം മക്കളെല്ലാം കഴിക്കുന്നുണ്ട്. ഇനി അവനെ ഞാൻ കൊണ്ടാക്കാൻ പോകണം. ലേറ്റ് ആയിട്ടുണ്ട്. 8:50 ആയി. 9:30 മണിക്ക് സ്കൂൾ എത്തണം. പക്ഷേ നടന്ന് പോകേണ്ടതായതുകൊണ്ട് കുറേ ടൈം ആവും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ബൈക്കിൽ ഞാൻ പകുതിയോളം കൊണ്ടായി കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ആളെയും ഞാൻ കൊണ്ടായി കൊടുത്തിട്ടുണ്ട്. ഒരവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടേനും. ഇനി ഞാൻ കുറച്ച് ബീട്രൂട്ട്, ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വേവിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നോർമലായിട്ട് അരച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് ഉള്ളത്. എനിക്ക് വേവിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടേനും. അതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ മക്കൾക്ക് കൊടുക്കുന്നതെല്ലാം യുഎയിലുള്ള സമയത്ത്. അപ്പം ഞാൻ ഈ ദോശമാവിൽ ഇത് പകുതിയോളം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഫുള്ളല്ല, ഫുള്ളാകുമ്പം വല്ലാണ്ട് ഡാർക്കാവും. നമുക്ക് ഒരു മീഡിയം പിങ്ക് മതി. എന്നിട്ട് ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ചെറിയ ദോശയായിട്ടാണ് ചുട്ടെടുക്കാൻ വിചാരിച്ചത്, പക്ഷേ ഒഴിക്കുമ്പം കുറച്ച് കൂടിപ്പോയി. ഇത്രയും വേണ്ട. എന്നിട്ട് മസാല ദോശ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നോർമലായിട്ട് അവർ ക്രിസ്പി ആയിട്ട് പ്ലെയിൻ ദോശയും കഴിക്കൽ, പക്ഷേ ഇപ്രാവശ്യം അവർക്ക് മസാല ഇട്ടിട്ട് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ മസാല കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ലേനും ഞാനും അമ്മനും മാത്രമേ മസാല ദോശ കഴിക്കലുള്ളൂ. അവർ പ്ലെയിൻ ദോശയും കഴിക്കൽ. ഇപ്രാവശ്യം ഒരെല്ലാം മസാല ദോശയാണ് കഴിച്ചിട്ടുള്ളത്. കാരണം ഉണ്ടല്ലോ ആ ഒരു മസാലയിൽ ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റും ഉണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഫുഡ് കഴിക്കാന് മോളും മാത്രമല്ല അനിയത്തിൻ്റെ മോളും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആൾക്കും ഞാൻ ബൂസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പം ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ പാക്കറ്റാണ് മേടിക്കൽ. 5 രൂപേൻ്റെ ഒരു 5-6 പാക്കറ്റ് മേടിക്കും കേട്ടോ. ഒരു പാക്കറ്റിൽ 2 ആൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വേണമെങ്കിൽ 2 പാക്കറ്റ് ആക്കും. ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇതിൽ മുന്നേ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചട്നി ഞാൻ അധികം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചട്നിയാണ്.
അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അവർ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പിങ്ക് കളറായതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗുഡ് ഗുഡ് എന്നെല്ലാം പറയുന്നുണ്ട് ഇടയ്ക്ക്. ഇനി ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് തയ്യാറാക്കലാണ്. ഇതന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ചോറും കറിയൊന്നും കൊടുക്കുന്നില്ല. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവർ ചോറ് കഴിച്ചോളും. പിന്നെ അമ്മന് സ്കൂളിൽ നിന്ന് ചോറും സാമ്പാറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവും. അത് സാറ് ഗ്രൂപ്പിൽ ഇടും കേട്ടോ. അപ്പം അത് നമുക്ക് പേരൻസിന് കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് പാലെല്ലാം ഉണ്ടാവും കഴിക്കാന്. പക്ഷെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ സ്പെഷ്യലൊന്നും ഓനിക്ക് കിട്ടൂല. മെയിനായിട്ട് സ്നാക്സ് ബോക്സിൽ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഓനിക്ക് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മക്കളും പറയും, ഇക്കാക്ക് എന്താ, ഇക്കാക്ക് നല്ല ചോറും കറിയും അതെല്ലാം കിട്ടുന്നില്ല, അതൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഓൻ പറയും അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നല്ലേ, ഉമ്മ ഉണ്ടാക്കുന്നതല്ലോ എന്നെല്ലാം പറയും. രണ്ടാളും അതും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യട്ടാ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കാരണം ഓനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും വേണം. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ എത്ര കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും അവർ കാണുമ്പം അതന്നെ വേണ്ട വരും. അപ്പം നമ്മുടെ കുട്ടി കുട്ടി ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിലും ചെറുതായി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ടിഫിൻ ബോക്സിൽ വെക്കുമ്പം നല്ല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. വലിയ ദോശ ചുട്ടെടുത്താൽ ഞാൻ പകുതിയാക്കിയിട്ടെല്ലാം വെക്കല്. പിന്നെ അവർക്ക് തന്നെ ക്യൂട്ടായിട്ട് കഴിക്കാൻ പറ്റും. ഇങ്ങനെ വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മക്കൾക്ക് നല്ലോണം കഴിക്കാൻ പറ്റും. ഞാൻ ഇഡ്ഡലിയും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഇഡ്ഡലിയും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടേനും. അതും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടേനും. പിന്നെ മറന്നുപോയി, നമ്മൾ ദോശ ചുടുന്നുണ്ടെങ്കിൽ ആ ഒരു മാവിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് ലൂസാക്കിയാൽ മതി, അധികമൊന്നും വേണ്ടയില്ല. പിന്നെ ഇഡ്ഡലിയാണ് ചുടുന്നതാണെങ്കിൽ അതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. അങ്ങനെ തന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇഡ്ഡലി ചുട്ടാൽ മതി. അങ്ങനെയാണ് വേണ്ടത്. അപ്പം ഈ ഒരു മാവിനെ കൊണ്ട് ഞാൻ ഇഡ്ഡലിയും ദോശയും തട്ടുദോശയും പണിയാരും എല്ലാം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഇന്നലെ ഞാൻ അമ്മനെ സ്കൂൾ കൊണ്ടാക്കുന്ന ടൈമിന് ഞാൻ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട്, ഇനി ഈസ്റ്റായിട്ട് ഇട്ടിനോന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈസ്റ്റൊന്നും ഇടലില്ല, ഞാൻ നോർമലായിട്ടാണ് എപ്പോൾ ഉണ്ടാക്കൽ. ഞാൻ ഈസ്റ്റോ പിന്നെ അത് മാത്രമല്ല കളറോ ഒന്നും ഉപയോഗിക്കലില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഉപയോഗിക്കുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഞാൻ മുന്നേ കബ്സയും അതെല്ലാം ഉണ്ടാക്കുന്ന ടൈമിന് മഞ്ഞളും മുളകും അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നത്തെ വീഡിയോ എല്ലാം കണ്ടോല്. പിന്നെ ഞാൻ വെജീസെല്ലാണ് കളറിന് വേണ്ടി ഉപയോഗിക്കൽ. ഇനി മക്കളെ ടിഫിൻ ബോക്സ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ദോശ രണ്ടെണ്ണം രണ്ടാളയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ മോളയിൽ ഒന്ന് ചെറിയ കുട്ടി ദോശയും ഒന്ന് മസാല വെച്ചിട്ട്, മസാല എന്ന് പറഞ്ഞാൽ കുറച്ചേ വെച്ചിട്ടുള്ളൂ. പിന്നെ ചട്നിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചട്നി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ. പിന്നെ മൂന്നാളതും ഞാൻ കിറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരാളയിൽ മാത്രമേ ഇപ്പോൾ സ്നാക്ക് കൊടുക്കുന്നുള്ളൂ. നേന്ത്രപ്പഴം വട്ടത്തിൽ മുറിച്ചിട്ടിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് ചെറിയ മോളയിലാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ബനാന കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് ഒരു ഒഴിവും ഇല്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കും കേട്ടോ. കാരണം അതെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ടൈമില്ലെങ്കിൽ. ഇനി ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും ചെറുതായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും നാളെ നേരത്തെ കൊണ്ടാക്കാമെന്ന്. കാരണം മറ്റുള്ള മക്കളെല്ലാം കൊണ്ടാക്കലും ഫുഡ് ഉണ്ടാക്കലും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ലേറ്റ് ആകുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ അനിയത്തിൻ്റെ മോളും വന്നിട്ടുണ്ടേനും. അപ്പം ഞാനും ദോശ ചൂടുന്നുണ്ട്. അപ്പം ചെറുതിന് വേണ്ടിയിട്ട് കുട്ടി കുട്ടി ദോശ ചൂടുന്നുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടല്ലോ രണ്ടാളും കൂടി കഴിച്ചതാണ്. അത് ചെറിയ ദോശയാണല്ലോ. അപ്പം ഇത് കഴിക്കുമെന്നും അറിയില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കളറെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം കഴിക്കുമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ ക്രിയേറ്റിവിറ്റി എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനും. ഇതിൽ മുന്നേ ഞാൻ മൈദമാവിനെ കൊണ്ട് റോസാപ്പൂവ് ഉണ്ടാക്കിയിട്ടുണ്ടേനും. ഇതുപോലത്തെ ഒരേ ഷേപ്പ് വന്നിട്ടാ, പക്ഷേ ഇത് ഡിഫറെൻറ്റ് ഷേപ്പായിട്ടാണ് ഉള്ളത്. അത് മാത്രമല്ല കട്ടിയില്ലേനും. ഇതിങ്ങനെ ഒരു 6 എണ്ണം വെക്കണം. എന്നിട്ട് ഇതുപോലെ നടുവിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഇത് ക്ഷമ വേണം. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാനിത് ഇൻഷാല്ലാ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇടാം കേട്ടോ. കാരണം ഇപ്പോൾ ടൈമില്ല, അത് കുൽമാലാക്കുന്നുണ്ട്. എനിക്ക് ദോശ വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മോൾക്ക് കൊടുത്തിട്ട് ഞാൻ വലിയ ദോശ ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നിങ്ങളും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അടിപൊളിയാണ്. പിന്നെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഇത് വേവിക്കുന്നതിനെക്കാട്ടും നല്ലത് നോർമലായിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്യുന്നതാണ്. പിന്നെ ക്യാരറ്റും ഇതുപോലെ തന്നെ ചെയ്താൽ നന്നായിരിക്കും. വേവിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത്. ഇടിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേനും ഓണപ്പൂക്കളം പോലെ ഫുൾ കളർഫുൾ ആക്കിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടും മല്ലിച്ചപ്പും കളറിന് വേണ്ടിയിട്ട് അത് ഞാൻ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അത്ര പോരാ. ഇത് അടിപൊളിയാണ്. ഞാൻ ഇതിൽ മുന്നേ പാൻ കേക്കിൻ്റെ പാൻ ഉണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ വരുമ്പോൾ എടുത്തിട്ടില്ല. പിന്നെ പുതിയത് വാങ്ങിയിട്ടില്ല. ഇൻഷാല്ലാ വാങ്ങണം. അതെനിക്ക് ഭയങ്കര ഉപകാരമാണ്. അതുണ്ടല്ലോ റോൾ ഫോഡിനെയാണ് എൻ്റെ അടുത്ത് ഉള്ളത്. അത് നല്ലതാണ്. അപ്പം ഞാൻ അതിൽ ഓംപ്ലേറ്റും ഇങ്ങനെയെല്ലാം ഉണ്ടാക്കൽ. പാൻ കേക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കിയോണ്ട് തന്നെ പാന് ഒരു വകയായിട്ടുണ്ടേനും. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. ഇനിയും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ.